എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. പത്തനംതിട്ട മലയാലപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയാണ് ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊഴിയെടുത്തത്. കണ്ണൂർ കളക്ടർക്കെതിരെയുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കുടുംബം അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഗൂഢാലോചന സംശയിക്കുന്നതായും കുടുംബം മൊഴി നൽകി. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കോടേരി ഉൾപ്പെടെ 3 അംഗ സംഘമാണ് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത്. മൊഴിയെടുക്കൽ 2 മണിക്കൂറോളം നീണ്ടു. ഇതാദ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത്. നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റുമായാണ് അന്വേഷണ സംഘം എത്തിയത്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെയുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം ആവർത്തിച്ചു. കളക്ടറെ വിശ്വാസമില്ലെന്നാണ് കുടുംബത്തിന്റെ മൊഴി. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കണ്ണൂർ കളക്ടറുടെ മൊഴി കളവാണെന്നും നവീന് കളക്ടറുമായി ആത്മബന്ധമില്ലെന്നുമാണ് നവീന്റെ ഭാര്യ മഞ്ജുഷ നേരത്തെ വ്യക്തമാക്കിയത്. യാത്രയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും കുടുംബം അന്വേഷണ സംഘത്തെ അറിയിച്ചു. ആത്മഹത്യയ്ക്ക് മുൻപ് നവീൻ ബാബു ഭാര്യയുമായി സംസാരിച്ച കാര്യങ്ങൾ, കണ്ണൂർ കളക്ടറെക്കുറിച്ച് നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ എന്നിവ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ കുടുംബം നേരത്തെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. PB ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കാത്തത് കോടതിയിൽ വിമർശിച്ചിരുന്നു. പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.